ഹായ്, എൻ്റെ പേര് അശ്വിനി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024-2025 കാനഡയിലെ PR പോസിബിലിറ്റീസിനെ കുറിച്ചാണ്. വർഷങ്ങൾ കഴിയുന്തോറും ഒട്ടുമിക്ക എല്ലാ കൺട്രീസും അവരുടെ മൈഗ്രേഷൻ ലോസിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. 5 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോൾ കാനഡ, UK രാജ്യങ്ങൾ നമ്മളിപ്പം കമ്പയർ ചെയ്യുമ്പോൾ. കാനഡയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ IRCC ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിപ്പം സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും വർക്ക് പെർമിറ്റിനാണെന്നുണ്ടെങ്കിലും PR കിട്ടാനാണെന്നുണ്ടെങ്കിലും. കാനഡയിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്നാന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസ് ഒത്തിരി പ്രൊട്ടസ്റ്റിന് പോകുന്നുണ്ട്. കാരണം ഈ വർഷം അല്ലെന്നുണ്ടെങ്കിൽ 2025 PGW അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. IRCC ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നിലവിൽ ഏകദേശം 2.8 മില്യൺ നോൺ റെസിഡൻസ് പെർമിറ്റ് ഉള്ള ആൾക്കാർ നിലവിലിപ്പോൾ കാനഡയിലുണ്ട്. ഇതെന്ന് വെച്ചാൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി ഇല്ല, മറ്റ് പെർമിറ്റ്സ് ലൈക്ക് സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, ഇങ്ങനത്തെ പെർമിറ്റ്സിൽ നിൽക്കുന്നവരാണ് ഈ 2.8 മില്യനകത്ത് വരുന്നത്. ഇതിൽ ഈ 2.8 മില്യണിൽ നമ്മൾ റെഫ്യൂജീസ്, അസൈലം സീക്കേഴ്സ് അവരെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, അവരുടെ ഫാമിലി ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 2.4 മില്യൺ പീപ്പിൾസ് ഉണ്ട്. അതായത് ഈ 2.4 മില്യൺ പീപ്പിൾസ് നമുക്കിപ്പം കാനഡയിൽ PR എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. കാനഡയിൽ നമുക്ക് PR പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബേസ്ഡ് ഓൺ CRS സ്കോറാണ്. CRS സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്രിഹെൻസീവ് റാങ്കിങ് സ്കോറാണ്. ഈ ക്രെഡിറ്റ് സ്കോർ സിസ്റ്റത്തിലായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നതും PR കിട്ടുന്നതും എല്ലാം. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രൈമറി ആപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, മെറിറ്റൽ സ്റ്റാറ്റസ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് IELTS ആവാം, ഫ്രഞ്ച് ലാംഗ്വേജ് ആവാം, പിന്നെ വരുന്നത് അഡാപ്റ്റബിലിറ്റി. ഈ സ്കോറിൻ്റെ ബേസിസിലായിരിക്കും റാങ്കിങ്ങിൽ നമുക്ക് PR ആൻഡ് ഓൾസോ ജോബ് കിട്ടുന്നത്. ഇപ്പോൾ ഫാമിലി മൈഗ്രേഷൻ ആണ്, അതായത് ഫാമിലി PR ആണ് നോക്കുന്നതെങ്കിൽ സെക്കൻഡറി ആപ്ലിക്കൻറ്റ്, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ആപ്ലിക്കൻറ്റിന് സെക്കൻഡറി ആപ്ലിക്കൻറ്റിന് വേണമെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അത് IELTS എഴുതിയാണെങ്കിലോ ആളുടെ ഏജ് എടുക്കും, ആളുടെ എഡ്യൂക്കേഷൻ എടുക്കും, ആളുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാംഗ്വേജ് എക്സ്ട്രാ വേറെ IELTS ഫ്രഞ്ച് അറിയാമെന്നുണ്ടെങ്കിൽ ആ സ്കോറും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ആപ്ലിക്കൻറ്റിന് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. PR പ്രോഗ്രാംസ് അറിയാം, എക്സ്പ്രസ് എൻട്രി, PNP, പിന്നെ വേറെ പൈലറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, AAP, RNAP അങ്ങനത്തെ പ്രോഗ്രാം. നിലവിൽ എക്സ്പ്രസ് എൻട്രിക്ക് വരുന്ന ഇൻവിറ്റേഷൻസ് ഭയങ്കര കുറവാണ്. നിലവിൽ CR സ്കോർ 600 to 1200 റേഞ്ചിൽ ഏകദേശം 184 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 500 to 600 റേഞ്ചിൽ വരുന്നത് ഏകദേശം 16,968 കാൻഡിഡേറ്റ്സും ഉണ്ട്. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് വരുന്നത് 450 to 500 റേഞ്ചിലാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനറിയോ അനുസരിച്ച് നമുക്ക് എക്സ്പ്രസ് എൻട്രിയിൽ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. എക്സ്പ്രസ് എൻട്രി കഴിഞ്ഞാൽ അടുത്തൊരു PR പ്രോഗ്രാം PNP ആണ്, അതായത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. ഈ പ്രോഗ്രാമും നമ്മുടെ CR സ്കോർ, അതായത് നമ്മുടെ കോംപ്രിഹെൻസീവ് റാങ്കിങ് സ്കോർ ബേസ് തന്നെയാണ് നമുക്ക് PR ആൻഡ് ഓൾസോ ജോബ് കിട്ടുന്നത്. ഒത്തിരി പേര് ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, അതേപോലെ തന്നെ നോവാ സ്കോഷ്യ ഇങ്ങനത്തെ ഒത്തിരി പ്രൊവിൻസസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് PR അവിടെ കിട്ടാൻ ഈസി ആണ് എന്ന് കരുതി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും അവരുടെ PR പോസിബിലിറ്റീസിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. BC-PNP, അതായത് ബ്രിട്ടീഷ് കൊളംബിയയുടെ PNP പ്രോഗ്രാമിൽ അവർ ജനുവരി 2025 ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതായത് നിലവിലെ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആൻഡ് ഓൾസോ ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് അവർ 3 സ്ട്രീമാക്കി മാറ്റുന്നുണ്ട്. അതായത് ഈ 3 സ്ട്രീം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ സ്ട്രീം, മാസ്റ്റർ സ്ട്രീം ആൻഡ് ഓൾസോ PhD സ്ട്രീം. പിന്നെ നമുക്കറിയാം ബാച്ചിലർ പ്രോഗ്രാമിന് ഇപ്പം നമ്മുടെ സ്പൗസ് വിസ കാര്യങ്ങളൊന്നും ഇപ്പം പോസിബിൾ അല്ല. PG ആൻഡ് ഓൾസോ PhDക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതും PG എല്ലാ കോഴ്സസിനും ഇപ്പോൾ സ്പൗസ് വിസ പോസിബിളും അല്ല. നമ്മളെല്ലാവരും CLBനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതായത് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക്. അതേപോലെ തന്നെ ഈ BC-PNP ബ്രിട്ടീഷ് കൊളംബിയ ഈ CLB ഏകദേശം 8 എങ്കിലും വേണം എന്നിപ്പം പറയുന്നുണ്ട്. അതായത് ഒന്നീ ഫ്രഞ്ച് ലാംഗ്വേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി. പിന്നെ കോമൺലി ഒരു ഡൗട്ടാണ് നമുക്ക് PT വെച്ച് നമുക്ക് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. BC-PNPയിൽ നമുക്ക് ഈ PT വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പം BC-PNPയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി ന്യൂ കമേഴ്സ് വിത്ത് ഹയർ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ കൂടുതൽ ലാംഗ്വേജ്, അതായത് ഫ്രഞ്ച് ലാംഗ്വേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള ന്യൂ കമേഴ്സിനെ അവരിപ്പം ക്ഷണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻവിറ്റേഷൻ വരുന്നത് ഭയങ്കര കുറവാണെന്ന്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഏകദേശം 35 ഇൻവിറ്റേഷൻസ് മാത്രമാണ് വന്നിരിക്കുന്നത് ഈ ജനറൽ കാറ്റഗറിയിൽ.
അതുകൂടാതെ വേറെ സ്കിൽഡ് കാറ്റഗറീസ് ലൈക്ക് വെറ്റിനറി, ഹെൽത്ത് കെയർ, ചൈൽഡ് കെയർ, ഇതിനൊക്കെ ഓരോന്നിനും ലെസ് ദാൻ 12 ഇൻവിറ്റേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി പോലെ തന്നെ PNBയിലും ഓരോ പ്രൊവിൻസസിനും അവർക്ക് അവരുടേതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അത് നമ്മൾ മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ CR സ്കോറും ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിൻസസിലും കൂടുതലും തന്നെയാണ്. ഒത്തിരി പേര് ആൽബർട്ട, അതേപോലെ തന്നെ മാനിറ്റോബ ഇങ്ങനത്തെ പ്രൊവിൻസസിലോട്ട് മാറിയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാര്യം അവരുടെ ടാക്സ് കുറവാണ്, അതേപോലെ തന്നെ നമുക്ക് ജോബ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, PR കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുമെന്ന് ചിന്തിച്ചല്ല. എന്നാൽ ഇപ്പോൾ ആ പ്രൊവിൻസസും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലാന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരിപ്പം PR കൊടുക്കുന്നുള്ളൂ. സോ ആൽബർട്ട പ്രൊവിൻസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കീപ്പ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് PR കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ആൽബർട്ടയിൽ നമുക്ക് നിലവിലൊരു ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. പിന്നെ സെക്കൻഡ് വൺ, നമ്മുടെ പാരൻസ് അല്ലാന്നുണ്ടെങ്കിൽ സിബിലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒന്നീ ആൽബർട്ടയിൽ PR ഹോൾഡേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ തേർഡ് വൺ അവർ പറയുന്നത് ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ നമുക്കിവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഫോർത്ത് വൺ ഈസ് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതായത് CLB ഒരു 7 or 8 അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസ് കിട്ടും. അതുകൂടാതെ നമ്മുടെ പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി പൂളിൽ ആക്റ്റീവ് ആയിരിക്കണം. ലാസ്റ്റ് 5 months ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആൽബർട്ടയിൽ PR കിട്ടാൻ്റെ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. ആൽബർട്ട കഴിഞ്ഞാൽ PR ഓറിയൻറ്റഡ് ആയിട്ട് ആൾക്കാർ അടുത്ത് ചൂസ് ചെയ്യുന്ന ഒരു പ്രൊവിൻസസ് ആണ് മാനിറ്റോബ. സോ ഈ മാനിറ്റോബയിൽ നമ്മുടെ ഒണ്ടാരിയോ പോലെ തന്നെ ഇപ്പോൾ അവിടെയും സാച്ചുറേറ്റ് ആയതുകൊണ്ട് അവരും കുറച്ച് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് PR കിട്ടാൻ വേണ്ടി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ലൈക്ക് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് ഓർ ഈവൻ ചിൽഡ്രൻസ് അവിടുത്തെ സിറ്റിസൺ അല്ലാന്നുണ്ടെങ്കിൽ PR ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 years ഓഫ് എഡ്യൂക്കേഷൻസ് മാനിറ്റോബയിലും ചെയ്തിരിക്കണം. പിന്നെ ബാക്കി പ്രൊവിൻസസ് ലൈക്ക് നോവാ സ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, സസ്കാച്ചുവാൻ, സോ ഇങ്ങനത്തെ പ്രൊവിൻസസിലും ഇപ്പോൾ അവർ PR കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രോഗ്രാംസൊക്കെ അവർ പോസ് ചെയ്തിരിക്കുകയാണ്. അത് നോട്ട് ഫോർ എ ലോങ് ടൈം, അവരൊരു പെർട്ടിക്കുലർ ടൈം വരെ മാത്രമായിരിക്കും ഇത് പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരെന്തായാലും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒണ്ടാരിയോനെ കുറിച്ച് പറയേണ്ട, ഓൾറെഡി എല്ലാവർക്കും അറിയാം. മോസ്റ്റ്ലി ആൾക്കാർ പോകുന്നത് ഒണ്ടാരിയോയിലാണ്. ആൻഡ് ഓൾസോ ഒണ്ടാരിയോ ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. സോ അവിടെ PR കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു CR സ്കോറും വേണം, അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒണ്ടാരിയോയിൽ നമുക്ക് PR കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ PR എൻഷുർ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സ് തന്നെ ചൂസ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ കോഴ്സ് പഠിച്ചാൽ ഈ പെർട്ടിക്കുലർ പ്രൊവിൻസസിൽ എനിക്ക് ജോബ് കിട്ടുമോ, ആൻഡ് ഓൾസോ അതിൻ്റെ ഇപ്പം കറണ്ട് വേക്കൻസീസ് എന്താണ്, അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ദെൻ സെക്കൻഡ് വൺ വുഡ് ബി ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അതിപ്പോൾ ഫ്രഞ്ച് ആവാം, ഇംഗ്ലീഷ് ആവാം. കൂടുതലും മോസ്റ്റ്ലി ഫ്രഞ്ച് ഓർ ഇംഗ്ലീഷാണ് കാനഡ പ്രിഫർ ചെയ്യുന്നത്. സോ അതിൽ അത്യാവശ്യം നല്ലൊരു സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു CR സ്കോർ മേടിക്കാൻ പറ്റും. ഈ ലാംഗ്വേജ് പോലെ തന്നെ സ്കിൽഡ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. ലൈക്ക് 50 points ഒക്കെ കൂടുതൽ നമുക്ക് CR സ്കോർ കിട്ടും. സോ എപ്പോഴും നമ്മുടെ ഈ PR പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ CR സ്കോറിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നീ IELTS അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ച സ്കോർ കൂട്ടുക എന്നാണ്. സോ മാക്സിമം അത് സ്കോർ കൂട്ടുക, CLB കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് CR സ്കോർ കൂടത്തുള്ളൂ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്, നാട്ടിൽ നിന്ന് നമുക്കിപ്പം കാനഡ മൈഗ്രേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോഗ്രാം ആയിരുന്നു. നമ്മളിപ്പം ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ എക്സ്പ്രസ് എൻട്രി ആൻഡ് ഓൾസോ PNB എന്തുകൊണ്ട് നല്ല പ്രോഗ്രാമാണ്. നമുക്ക് ചിലവ് കുറവാണ് ആസ് കമ്പയർ ടു അതർ പ്രോഗ്രാംസ്. പിന്നെ വേറെ പൈലറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, AAP, RNAP, അങ്ങനത്തെ പ്രോഗ്രാംസിന് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. സോ ഇതാണ് നിലവിൽ ഇപ്പോഴത്തെ കാനഡയുടെ ഒരു PR പോസിബിലിറ്റീസ് വരുന്നത്. എപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുക. ആൻഡ് ഡോണ്ട് ഗെറ്റ് റിഗ്രറ്റ് ഫോർ ദ ഡിസിഷൻ ദാറ്റ് വി ഹാവ് മെയ്ഡ്. താങ്ക് യു.